ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സില് എവിടെ വരെയായിരുന്നു പറഞ്ഞത്? അതായത് നമ്മളെ എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ അല്ലേ? അവിടെ മുതൽ അതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഞാനൊന്ന് ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണല്ലോ അല്ലെ? തിരിച്ചൊന്ന് എടുക്കട്ടെ കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ അല്ലേ ഇനി എടുക്കേണ്ടത്? ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരൊക്കെ പറഞ്ഞേ? സ്പോട്ടിന്റെ ഡെഫിനിഷൻ വരെ പറഞ്ഞു അല്ലേ? ഓക്കെ, സ്പോട്ടിന്റെ ഡെഫിനിഷൻ വരെ നമ്മൾ പറഞ്ഞു. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ എന്താണ്? സ്പോട്ട് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണ്. ഏതൊക്കെയാണ്? പല ടൈപ്പ് ഇന്റർവ്യൂസ് എന്നുള്ളത് കേട്ടോ. There are various type of interview which are useful for obtaining various kind of information and to evaluate the candidate skills, knowledge, etc. on a variety of basis. പല ടൈപ്പ് ഇന്റർവ്യൂസ് ഉണ്ട്. നമുക്ക് കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, കാൻഡിഡേറ്റ്സിന്റെ കഴിവുകള്, നോളജ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ്, കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന പലതരത്തിലുള്ള വിവരങ്ങൾ നേടുന്നതിനൊക്കെ വേണ്ടിയിട്ട് പല ടൈപ്പ് ഇന്റർവ്യൂ ഉണ്ട്. എംപ്ലോയ്മെന്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ഫോളോയിങ് ടൈപ്പ്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ കേട്ടോ. എംപ്ലോയ്മെന്റ് കാറ്റഗറൈസ്ഡ് ഇൻടു ഫോളോയിങ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാന്ന് നോക്കിയേ? പ്രിലിമിനറി ഇന്റർവ്യൂ, രണ്ടാമത്തെ കോർ ഇന്റർവ്യൂ, മൂന്നാമത്തെയാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂസ്. 3 ടൈപ്പ് ഇന്റർവ്യൂ ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഒന്നാമത് നോക്കിയ പ്രിലിമിനറി ഇന്റർവ്യൂ. പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഥമിക അഭിമുഖം. ഇറ്റ്സ് എ ബ്രീഫ് ഇന്റർവ്യൂ. ഒരു ബ്രീഫ് ഇന്റർവ്യൂ ആണ്. അവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക് സ്കിൽസ്, എക്സ്പീരിയൻസ്, സാലറി തുടങ്ങിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ബ്രീഫ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. Preliminary interview is a conversation between the candidates and the personal manager regarding the basic aspects of the job, such as job characteristics, working conditions, salary, and other benefits. നോക്കി ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ? കാൻഡിഡേറ്റ്സ് ആൻഡ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫ് അല്ലെ? സ്റ്റാഫ് മാനേജറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഏതുമായി ബന്ധപ്പെട്ട്? റിഗാർഡിംഗ് ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് ജോബ്. ജോലിയുടെ പ്രധാനപ്പെട്ട വശങ്ങളുമായി ബന്ധപ്പെട്ട്. സച്ചാസ് ഏതൊക്കെ? ജോബിന്റെ സ്വഭാവങ്ങള്, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, അവർക്ക് വേണ്ട ബെനിഫിറ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സും പേഴ്സണൽ മാനേജറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇതെന്ന് പറയുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. This helps an organization in eliminating inadequate people and will help the candidates to decide whether to accept or reject the job. ഇത് എന്തിനു സഹായിക്കുന്നു? എലിമിനേറ്റിംഗ് ഇന്നാഡിക്വേറ്റ് പീപ്പിൾ. നമ്മൾ അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ ഇന്റർവ്യൂ പ്രോസസ്സിലാണ് കറക്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അനുയോജ്യമല്ലാത്ത ആളുകളെ എലിമിനേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനും സഹായിക്കുന്നു. ആൻഡ് എന്തുകൂടി നമുക്ക് അവര് ആ ജോലി അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ എന്നുള്ളത്. അപ്പൊ എല്ലാവരും ആ ജോലി അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലെ? അതിപ്പോ ഇന്റർവ്യൂവിന് എല്ലാവരും ആ ജോലി ഇത് ചെയ്യണമെന്നില്ല, എല്ലാവരെയും എടുക്കണമെന്നില്ല. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവർ എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഹെൽപ് ദ കാൻഡിഡേറ്റ്സ് ടു ഡിസൈഡ്. കാൻഡിഡേറ്റ്സിനെ ഡിസൈഡ് ചെയ്യാം ആ ഇന്റർവ്യൂവിന് കഴിയുമ്പോൾ കാൻഡിഡേറ്റ്സിനെ ഡിസൈഡ് ചെയ്യാം വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ.
Preliminary interview can be divided into the following types. Preliminary interview ne നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. Informal interview ഉണ്ട്, unstructured interview ഉണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ ട്ടോ. Informal എന്ന് പറഞ്ഞാൽ എന്താ? അനൗപചാരികമായ. Unstructured എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യങ്ങള് മുൻകൂട്ടി ക്രമീകരിക്കാത്ത ഒരു ഇന്റർവ്യൂ. ചോദ്യങ്ങള് മുൻകൂട്ടി ക്രമീകരിക്കാത്ത ഇന്റർവ്യൂ ആണ് അൺസ്ട്രക്ചർ. പ്രത്യേക സ്ട്രക്ചർ ഇല്ല. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും പ്രിലിമിനറി ഇന്റർവ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻഫോർമൽ ഇന്റർവ്യൂ എന്നും അൺസ്ട്രക്ചർഡ് ഇന്റർവ്യൂ എന്നും ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ആൻഡ് ഇൻഫോർമൽ ഇന്റർവ്യൂ ക്യാൻ ബി കണ്ടക്ടഡ് അറ്റ് എനി പ്ലേസ്. എവിടെ വേണമെങ്കിലും ചെയ്യാം. അവർക്ക് HR പേഴ്സണൽ, HR സ്റ്റാഫിന്, ഹ്യൂമൻ റിസോഴ്സ് സ്റ്റാഫിന് ടു ഒബ്റ്റെയിൻ ദ ഫണ്ടമെന്റൽ ആൻഡ് നോൺ ജോബ് റിലേറ്റഡ് ഇൻഫർമേഷൻ. ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങള്, നോൺ ജോബ് ജോലിയുമായി ബന്ധപ്പെടാത്ത മറ്റുള്ള ജോലിയുമായി ബന്ധപ്പെടാത്ത അവരുടെ വിവരങ്ങള്, ഇൻഫർമേഷൻസ്, ഇതൊക്കെ കിട്ടുന്നതിന് ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് HR സ്റ്റാഫിന് എവിടെ വെച്ച് വേണമെങ്കിലും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അവിടെ ഡാഷ് ഇന്റർവ്യൂ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ. ഡാഷ് ഇന്റർവ്യൂ ക്യാൻ ബി കണ്ടക്ടഡ് അറ്റ് എനി പ്ലേസ്. ഓക്കെ, ഇൻഫോർമൽ ഇന്റർവ്യൂ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്തതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകം ഘടനയില്ലാത്തത് അല്ലെ. ആ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ പ്രൊവൈഡ്സ് ഫ്രീഡം ടു കാൻഡിഡേറ്റ്സിന് ഫ്രീഡം ഉണ്ട്, സോ ദാറ്റ് ദേ ക്യാൻ ഡിസ്ക്ലോസ് അബൌട്ട് ദെയർ നോളജ് ഇൻ വേരിയസ് ടോപ്പിക് ആൻഡ് ഫീൽഡ്, ദെയർ ബാക്ക്ഗ്രൗണ്ട്, എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷകള്, ഇൻട്രസ്റ്റ്. അപ്പൊ എന്ന് പറഞ്ഞാലേ, ഒരു മിനിറ്റ്, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്രത്യേക എന്താ പറയാ ചോദ്യങ്ങളൊന്നും മുൻകൂട്ടി ക്രമീകരിക്കാത്ത ഇന്റർവ്യൂ ആണ്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ട് വരുമ്പോൾ ആ ക്വസ്റ്റ്യനെ നമ്മളോട് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്താ പറയുന്നത്. ഇവിടെ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂല് ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി ക്രമീകരിച്ചിട്ടില്ല. അപ്പൊ അവിടെ എന്തുണ്ട്? കാൻഡിഡേറ്റ്സിന് ഒരു ചാൻസ് ഉണ്ട്, ഫ്രീഡം ഉണ്ട് അവർക്ക്. ഉണ്ടോ? ഡിസ്ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ വെളിപ്പെടുത്തുക. അവർക്കുടെ നോളജ്, അവർക്കുടെ ബാക്ക്ഗ്രൗണ്ട്, അവർക്കുടെ പ്രതീക്ഷകള്, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, ഇതെല്ലാം പ്രകടിപ്പിക്കാൻ കാൻഡിഡേറ്റ്സിന് ഒരു ഫ്രീഡം ഉണ്ട് അവിടെ. എന്നുവെച്ചാൽ ചോദ്യം മുൻകൂട്ടി ക്രമീകരിച്ചതല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് അവിടെ കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് ഇന്റർവ്യൂ പ്രൊവൈഡ് ഫ്രീഡം ടു കാൻഡിഡേറ്റ്സ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. The interviewer is also allowed to share the information on the various topics enquired by the candidates. The interviewer is also allowed. Interviewer അനുവദിക്കുന്നു. In the interview ചെയ്യുന്ന ആളാണ് interviewer. Is also allowed to share the information. Information share ചെയ്യാൻ പലതരത്തിലുള്ള candidates enquired by the candidates. enquired എന്ന് വെച്ചാൽ അന്വേഷിക്കുന്ന. അപ്പൊ അന്വേഷിക്കുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും ഇന്റർവ്യൂവർ അവർക്ക് അനുവാദമുണ്ട്. ഷെയർ ചെയ്യാനും ഇന്റർവ്യൂവർ ഈസ് ഓൾസോ അലൗഡ്. ഇന്റർവ്യൂവർ അനുവദിക്കുന്നുണ്ട് എന്ത്? ഷെയർ ദ ഇൻഫർമേഷൻ. ആ കാൻഡിഡേറ്റ്സിന്റെ ഇങ്ങനെയുള്ള കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടല്ലോ അവർക്ക്. അപ്പൊ ആ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എന്ത് ആ ഇന്റർവ്യൂവർ അനുവദിക്കുന്നു. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിടാ. ഇൻഫോർമൽ ഇന്റർവ്യൂവിലെയും ആ ഡാഷ് ഇന്റർവ്യൂ ക്യാൻ ബി കണ്ടക്റ്റഡ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിടാട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്തോ? രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോ? ചെയ്തില്ലേ? രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏത് ഇന്റർവ്യൂ ആണെന്നുള്ള മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ ടൈപ്പ് ആണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്.
Core interviews are generally a communication between the candidates and the line manager. ആരൊക്കെ തമ്മിലുള്ളതാണ്? Candidates and the line manager or expert on the different areas of the job knowledge, skill, talent. അപ്പൊ പല ഏരിയയിലുള്ള പല ജോബിന്റെ ജോലിയെ കുറിച്ചുള്ള അറിവുകള്, സ്കില്ല്, ടാലന്റ്, ഇങ്ങനെ പല ഏരിയയിലുള്ള എക്സ്പേർട്ടുകളോ അല്ലെങ്കിൽ ലൈൻ മാനേജറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ലൈൻ മാനേജർ എന്ന് പറഞ്ഞിട്ട് ആരാന്നറിയോ? നേരിട്ട് മാനേജ്മെന്റ് ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണ് ലൈൻ മാനേജർ. നേരിട്ട് മാനേജറിയൽ ഉത്തരവാദിത്തമുള്ളവരാണ് ലൈൻ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ആണ് കോർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Core interview can be divided into the following types. ഇനി core interviewനെ അപ്പൊ ഏതൊക്കെയാന്ന് ചോദിക്കാട്ടോ അവിടെ. Core interviews വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, core interviews can be divided into the following types. ഇതിനെ നമുക്ക് പല തരത്തില് നമുക്ക് ഡിവൈഡ് ചെയ്യാം core interviewsനെ. ഒന്നാമത്തെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. രണ്ടാമത്തെയാണ് സ്ട്രെസ് ഇന്റർവ്യൂ. മൂന്നാമത്തെയാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. നാലാമത്തെ പാനൽ ഇന്റർവ്യൂ. അഞ്ചാമത്തെ ഗ്രൂപ്പ് ഇന്റർവ്യൂ. ആറാമത്തെ ഡെപ്ത് ഇന്റർവ്യൂ. ഏഴാമത്തെ ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. അപ്പൊ അത് പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം, ഏതൊക്കെയാണ് കോർ ഇന്റർവ്യൂസിൽ വരുന്നതെന്നുള്ളത്. ഒന്നാമത്തെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. പേരിന്ന് തന്നെ അറിയാം അല്ലെ, എന്താണ് ഉദ്ദേശം? The purpose of this interview is to collect the information which cannot be obtained through the application form. ആപ്ലിക്കേഷൻ ഫോമിലൂടെ നേടിയെടുക്കാത്ത വിവരങ്ങൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവോ? കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അവിടെ? ഇല്ല അല്ലെ? ഉണ്ടാവോ? ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുള്ളവരില്ലേ? എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവോ? ഇല്ല. അപ്പൊ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ഇല്ലാത്ത വിവരങ്ങൾ കളക്ട് ചെയ്യാനാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. It is also used to verify the information which is collected through the application form such as educational background, domicile. ഡൊമിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമസ സ്ഥലം, പ്ലേസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പലതരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോമിലൂടെ. സച്ച് ആസ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലേസ്, താമസ സ്ഥലം, ഫാമിലിനെ കുറിച്ചുള്ള കാര്യങ്ങള്, ഹെൽത്ത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടത്, അവരുടെ താല്പര്യങ്ങള്, ഹോബീസ്, ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ആപ്ലിക്കൻസിന്റെ ഈ പറയുന്ന വിവരങ്ങള് ആ ആപ്ലിക്കേഷൻ ഫോമിലുള്ളത് ഒന്നുകൂടി വെരിഫൈ ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു വെരിഫൈ ദ ഇൻഫർമേഷൻ. കണ്ടോ, ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാനാണ് എവിടെയുള്ളത്? വിച്ച് ഈസ് കളക്റ്റഡ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങള്? ആ രണ്ട് സെന്റൻസ് ഓക്കെ ആണോ? അടുത്തതാണ് സ്ട്രെസ് ഇന്റർവ്യൂ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തത് സ്ട്രെസ് ഇന്റർവ്യൂ ഈസ് ഫോർമുലേറ്റഡ് ടു ഇവാലുവേറ്റ് ദ കാൻഡിഡേറ്റ്സ് ബിഹേവിയർ ഓൺ ദ ജോബ് and the survival level during the time of pressure or stress. ഉണ്ടോ? സ്ട്രെസ് ഇന്റർവ്യൂസ് ഫോർമുലേറ്റ് ഇവാലുവേറ്റ് ചെയ്യുക എന്ത്? കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ, സ്വഭാവം ഓൺ ദ ജോബ്.
ആ ജോലിയില് ഇപ്പൊ ആ ഒരു ജോലിയില് കാൻഡിഡേറ്റ്സിന്റെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ സർവൈവൽ ലെവൽ എങ്ങനെയാണ്, അവരുടെ അതിജീവന നിലവാരം ഏത് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ പ്രഷർ ഓർ സ്ട്രെസ്. അല്ലെ, എന്തെങ്കിലും പ്രഷർ, ഇപ്പൊ നമ്മുടെ ജോലിയിൽ ഭയങ്കര പ്രഷർ സ്ട്രെസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അവന്റെ ബിഹേവിയർ എങ്ങനെയാണ്, സർവൈവൽ ലെവൽ എങ്ങനെയാണ്, അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഇന്റർവ്യൂ രൂപീകരിച്ചിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് ഡാഷ് ഇന്റർവ്യൂ ഈസ് ഫോർമുലേറ്റഡ് ടു ഇവാലുവേറ്റ്. മനസ്സിലായോ? ഒരു സ്ട്രെസ്സോ പ്രഷറോ വരുമ്പോൾ അവരുടെ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, സർവൈവൽ ലെവൽ എങ്ങനെയാണ്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഇത് സ്ട്രെസ് ഇന്റർവ്യൂ ചെയ്യുന്നത്, നടത്തുന്നത്. ദാറ്റ് ഈസ് ഹിസ് പ്രഷർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. അല്ലെ, ആ പ്രഷർ കൈകാര്യം ചെയ്യാനുള്ള അവന്റെ കഴിവ്. നമുക്ക് പല പല സ്ട്രെസ് ഒക്കെ വരാറില്ലേ, പ്രഷറുകൾ വരാറുണ്ട്, മോർണിംഗ് ഭയങ്കര പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ തൊഴിൽ ചെയ്യുമ്പോൾ അറിയാം. അപ്പൊ അവിടെ അവൻ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, അത് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഇന്റർവ്യൂ. ആ സ്ട്രെസ്സിലും അവൻ എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു. In this kind of interview, the candidate is put into aggressive, apathetic, or threatening situation whose objective is to demoralize the candidates and evaluate his ability to manage difficult situation. Hello, ipo ennu parnja aduvole thanne ee candidates ne in this kind of interview, the candidate is put into aggressive എന്ന് പറഞ്ഞാൽ ആക്രമണാത്മകമായ apathetic, നിസ്സംഗത, or threatening situation, ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങള്. Whose objective is to demoralize the candidates. Demoralize എന്ന് പറഞ്ഞാൽ മനോവീര്യം കെടുത്തുക. അപ്പൊ അങ്ങനെ അവർക്ക് ഇങ്ങനെ സ്ട്രെസ് കാര്യങ്ങള് ഇതൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ആ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ എങ്ങനെ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു, അതിന്റെ എബിലിറ്റി, അതിനെ മാനേജ് ചെയ്യാനുള്ള അവന്റെ കഴിവ്, അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രെസ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലൂടെ അവനെ കടന്നു പോകുമ്പോൾ ആ കാൻഡിഡേറ്റ്സ് അതെങ്ങനെ, ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിന്റെ എബിലിറ്റി ആണ് നമ്മൾ പറയുന്നത് സ്ട്രെസ് ഇന്റർവ്യൂ മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആയോ എന്താണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്നുള്ളത്? ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഇനി അടുത്തതാണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. പേരിന്ന് അറിയാലോ, ഫോർമൽ ആയിട്ടുള്ള അല്ലെ, ഔപചാരികമായിട്ടുള്ള സ്ട്രക്ചേർഡ് പ്രത്യേക ഘടനയുള്ള ഇന്റർവ്യൂ, അടക്കം ചിട്ടയുള്ള ചോദ്യങ്ങളൊക്കെ പ്രത്യേകം തയ്യാറാക്കി വെച്ച ഒരു ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. Formal and structured interviews strictly follow all the formalities and procedure related to conducting of interview, such as determination of value, time, panel of interviews, opening and closing, information, the candidate's ability of officially, etc. Okay, informing the candidates officially, etc. അപ്പോൾ ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്താ? എല്ലാ തരത്തിലുള്ള ഫോർമാലിറ്റീസും പ്രൊസീജിയറും ഫോളോ ചെയ്യുന്നതാണ്, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ട് അത് തോന്നിയ രീതിയിലൊന്നും നടത്താൻ പാടില്ല അല്ലെ. എല്ലാ തരത്തിലുള്ള പ്രൊസീജിയറും ഫോർമാലിറ്റീസും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ. സച്ചാസ് അത് ഏതൊക്കെയാണെന്നാ? ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ, വാല്യൂ നിർണ്ണയിക്കുന്നു. ടൈം, ഇത്ര സമയം തുടങ്ങണം. അതുപോലെ തന്നെ പാനൽ ഓഫ് ഇന്റർവ്യൂവേഴ്സ്, എത്ര ഇന്റർവ്യൂവർ വേണം, എപ്പോ ആരംഭിക്കണം, എപ്പോഴും ക്ലോസ് ചെയ്യണം, കാൻഡിഡേറ്റ്സിനെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ അറിയിക്കണം. ഇങ്ങനെയുള്ള എല്ലാ പോളിസിയും പ്രൊസീജിയറുകളും ഒക്കെ ഫോർമാലിറ്റീസും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദേ ആർ പ്രീ പ്ലാൻഡ്. ഇതെന്താ? പ്രീ പ്ലാൻഡ് ആണ്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തേക്കുന്നതല്ലേ
അല്ലെ? പ്രീ പ്ലാൻഡ് ആണ്, ഫോമൽ സ്ട്രക്ചേർഡ് ആണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത, അല്ലെങ്കിൽ ഇന്റർവ്യൂറിന് വന്ന അപ്പൊ അയാളുടെ മനസ്സിൽ തോന്നിയത് ചോദിക്കാം. പക്ഷെ അത് പറ്റൂല അവിടെ. ഇതെങ്ങനെയാ? പ്രീ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബേസ്ഡ് ഓൺ ദ ജോബ് റിക്വയർമെന്റ്സ്. ഏതാണോ ജോലി, ആ ജോലിയുടെ ആവശ്യകത അനുസരിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള, ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ക്ലിയർ ആയോ? അത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, ദേ ആർ പ്രീ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അത് ഏത് ഇന്റർവ്യൂ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ? ഏതൊക്കെ നമുക്ക് ചോദിക്കാം? ഇൻഫോർമൽ ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദെൻ ലാസ്റ്റ് ഓപ്ഷനിൽ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഏത് ചൂസ് ചെയ്യും നമ്മള്? ഏത്? ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അല്ലെ? പ്രീ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എന്നെ ഫോളോ ചെയ്യല്ലേ? നിങ്ങള് കൃത്യമാക്കി മനസ്സിലാക്കി വെക്കല്ലേ? അണ്ടർലൈൻ ചെയ്യാനുള്ളത് കറക്റ്റ് ആയിട്ട് പോകുന്നില്ലേ ചെയ്ത്? യെസ്. ഇനി അടുത്ത നോക്കി, പാനൽ ഇന്റർവ്യൂ. നാലാമത്തെയാണ്. Panel interviews include a panel of specialists to interview each and every candidate. അവിടെ എന്താണെന്ന് അറിയോ? കാൻഡിഡേറ്റ്സിനെ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് by a multiple interviewers at the same time. അതായത് ഒരു ഇന്റർവ്യൂവർ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂ. പാനൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ആണ് ഓരോ കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് പാനൽ ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തോ? എല്ലാ ഇത് ചോദിക്കാം കേട്ടോ അവിടെ. ഡാഷ് ഇന്റർവ്യൂ ഇൻക്ലൂഡ് എ പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റ്. അത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റുകള് അല്ലെങ്കിൽ ഇന്റർവ്യൂവറുകള് ഓരോ കാൻഡിഡേറ്റ്സ് ആൻഡ് എവരി കാൻഡിഡേറ്റ്സ്, ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇന്റർവ്യൂ നടത്തുന്നു. അതേത് ഇന്റർവ്യൂ? പാനൽ ഇന്റർവ്യൂസ്. ഇവാലുവേറ്റ് their പെർഫോമൻസ് സെപ്പറേറ്റ്ലി. ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കാവ്യനെ വിളിക്കുകയാണ്, അപ്പൊ എന്നെ കൂടാതെ 5 ടീച്ചർമാർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ കാവ്യനെ ഓരോരുത്തരും അവിടെ ഇവാലുവേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു ഫോം എ കമ്പൈൻഡ് ഡിസിഷൻ ഓൺ ബേസിസ് ഓഫ് ദ ഇവാലുവേഷൻ ബൈ എവരി സ്പെഷ്യലിസ്റ്റ് ആൻഡ് ബൈ വേ ഓഫ് ഗിവിംഗ് വെയിറ്റേജ് ടു ഈച്ച് ഫാക്ടർ. അല്ലെ? അപ്പൊ ഞങ്ങൾ 5 ടീച്ചർമാരും ഓരോരുത്തരും നോട്ട് ചെയ്ത കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യും. അതിന്റെ ബേസിലാണ് വെയിറ്റേജ് കൊടുക്കുന്നത് അല്ലെ? ആ ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി 5 പേര് കൂടി തീരുമാനിച്ചിട്ടാണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റ് ഓരോ കാൻഡിഡേറ്റ്സ്, ഈച്ച് ആൻഡ് എവരി കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതേത് ഇന്റർവ്യൂ? പാനൽ ഇന്റർവ്യൂ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഒരു കൂട്ടം ഇന്റർവ്യൂ. ഇത് മാറിപ്പോരുത് കേട്ടോ. പാനൽ ഇന്റർവ്യൂല് എങ്ങനെയാ? ഒരു കാൻഡിഡേറ്റിനെ ഒത്തിരി പേര് അല്ലെ, ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അവിടെ ഇന്റർവ്യൂവർ കുറെ പേരുണ്ടാവും. പാനൽ ഇന്റർവ്യൂസില് പാനൽ ഓഫ് സ്പെഷ്യലിസ്റ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആക്കി വെച്ചാൽ. ഇനി ഗ്രൂപ്പ് ഇന്റർവ്യൂല് നോക്കിയ തിരിച്ചാ വരുന്നത്. ഗ്രൂപ്പ് ഇന്റർവ്യൂസ് എ സ്പെഷ്യൽ സിറ്റുവേഷൻ ഫോർ ഇന്റർവ്യൂയിങ് എ കാൻഡിഡേറ്റ്സ് വിത്ത് സെവറൽ കാൻഡിഡേറ്റ്സ് ആർ കോൾഡ് ഫോർ ആൻ ഇന്റർവ്യൂ അറ്റ് ദ സെയിം ടൈം. ഇവിടെ കുറെ കാൻഡിഡേറ്റ്സിനെ ഒരു സെയിം സമയത്ത് തന്നെ, ഒരേ ടൈമിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. കണ്ടോ? is a special situation for interviewing a candidates with where several candidates are called for an interview at the same time. ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? കുറെ കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒരേ സമയത്ത് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതേത് ഇന്റർവ്യൂ? ഗ്രൂപ്പ് ഇന്റർവ്യൂ. പേരിന്ന് മനസ്സിലാക്കാം അല്ലെ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു ഗ്രൂപ്പിനെ മുഴുവനും ഇന്റർവ്യൂ ചെയ്യുന്നു ഒരുമിച്ച് അറ്റ് ദ സെയിം ടൈം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ഫോർ എക്സാമ്പിൾ, ഇൻ കേസസ് വേർ there are a large number of candidates for an interview on the same day. കണ്ടോ? ഒരു ഡേയിൽ തന്നെ, സെയിം ഡേ, ഒരു ഡേയിൽ തന്നെ എന്താണ് കുറെ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ചെയ്യാം? ഗ്രൂപ്പ് ഇന്റർവ്യൂ ചെയ്യാം. Group interview facilitate the interviewers with a capability to evaluate large number of candidates. ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിന്റെ സ്വഭാവങ്ങളെ, capability, കഴിവുകളെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇന്റർവ്യൂവറിന് ഒരുക്കുന്നു.
It is also a time-saving tool for the organization. Underline ചെയ്തിട്ടേ ഇത് കുറേ പേര് ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ടൈം സേവിംഗ് അല്ലേ? അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് നമ്മൾ 10 മിനിറ്റ് വീതം കൊടുക്കേണ്ട വരും. ഇതെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് 10 പേരെ ചെയ്യാലോ. അപ്പൊ അത് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റൂലേ? It is also a time-saving tool for the organization. ഓർഗനൈസേഷനെ സംബന്ധിച്ച ഒരു time-saving tool ആണ്. The group interview also provide an opportunity to evaluate the behavior of a candidates in a group. Group interview also provide an opportunity. ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്നു എന്തിന്? To evaluate behavior of a candidate in a group. ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. എളുപ്പമല്ലേ ഇതൊക്കെ? വായിച്ചു പോയാൽ മനസ്സിലാവുന്നില്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ലാസ്റ്റ് സെന്റൻസും കൂടി അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. പിന്നെ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കണത്. പിന്നെ അടുത്തത് നമ്മൾ ലാസ്റ്റ് അത് നോട്ട് ചെയ്തിടണം. അത് ഇതൊരു ടൈം സേവിംഗ് ടൂൾ ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്തിനുള്ള അവസരം കൂടി നൽകുന്നു? ഓപ്പർച്യൂണിറ്റി ടു ഇവാലുവേറ്റ് ദ ബിഹേവിയർ ഓഫ് എ കാൻഡിഡേറ്റ്സ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ കാൻഡിഡേറ്റ്സിന്റെ ബിഹേവിയർ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇത് ഗ്രൂപ്പ് ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? ഇനി അടുത്താണ് ഡെപ്ത് ഇന്റർവ്യൂ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആഴത്തിലുള്ള ഇന്റർവ്യൂ. ഡെപ്ത് ഇന്റർവ്യൂ, ആഴത്തിലുള്ള ഇന്റർവ്യൂ, കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഇന്റർവ്യൂ. Depth interviews are kept of the interviews in which a candidate is evaluated mainly in the core area of knowledge and the skills of the job. ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലകളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. കണ്ടോ? Is a type of interview in which candidates is evaluated. The evaluating the candidates, the evaluating the core area. Core ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകള് അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നോളജ്. അപ്പൊ അവിടെ ആ ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയില് കാൻഡിഡേറ്റ്സിന്റെ കഴിവ് എങ്ങനെയാണ്? കേട്ടോ? നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ദ ജോബ്. ജോബിന്റെ ആ ജോലിക്ക് വേണ്ട നോളജ്, സ്കിൽസ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ഡെപ്ത് ഇന്റർവ്യൂ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. Candidates are evaluated by experts in their respective field by putting up appropriate questions in order to obtain significant response from them while initiating the discussion regarding some problematic area of the job. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ജോലിയുടെ പ്രശ്നം അല്ലെ പ്രശ്നകരമായിട്ടുള്ള മേഖലകളിലെ ഇച്ചിരി കൂടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു ഏരിയ, അതിനെ സംബന്ധിക്കുന്ന ഒരു ഡിസ്കഷൻ ആരംഭിക്കാനായിട്ട് അവിടെ കൊടുക്കും. അതൊരു ടാസ്ക് പോലെയാണ്. അപ്പൊ അവിടെ കാൻഡിഡേറ്റ്സിനെ ആരാ എക്സ്പേർട്ട് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്ന ആരാണ്? ബൈ ദ എക്സ്പേർട്ട് ഇൻ ദ റെസ്പെക്റ്റീവ് ഫീൽഡ്. ആ ബന്ധപ്പെട്ട ആ ജോലിയില് അതിന്റെ ഹെഡ് ആണെങ്കിലും അതിന്റെ ബന്ധപ്പെട്ട മേഖലയില് എക്സ്പേർട്ട് ആയിട്ടുള്ളവര് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അവിടെ എങ്ങനെയാ ആരംഭിക്കുന്നത്? ജോലിയുടെ ആ പ്രശ്നകരമായിട്ടുള്ള മേഖലകള്, പ്രോബ്ലമാറ്റിക് ഏരിയ. കണ്ടോ? ഡെപ്ത് എന്ന് പറഞ്ഞ സിമ്പിൾ അല്ല, ആഴത്തിലുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ജോലിയുടെ പ്രശ്നകരമായിട്ടുള്ള മേഖലകളെ കുറിച്ചുള്ള ചർച്ചകള്, ഡിസ്കഷൻ ആരംഭിക്കുമ്പോൾ അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയാ? ഉചിതമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ആ എളുപ്പമുള്ളത് ഇതല്ല. ആ ജോലിയുടെ ആ പ്രശ്നകരമായിട്ടുള്ള മേഖലകള് അതില് ഡിസ്കഷൻ ആരംഭിക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ്. ആൻഡ് ബൈ ആസ്കിംഗ് ദം ടു ഡിസ്ക്രൈബ് ഈവൻ മൈന്യൂട്ട് ആക്ടിവിറ്റി ഓഫ് ദ ജോബ് പെർഫോമൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? അവരോട് ഓരോ ആ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവരോട് പറയും. കണ്ടോ? നമ്മൾ വിട്ട് കളയാനൊന്നും പാടില്ല. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും വിധിക്കാൻ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സിനോട് പറയും. മനസ്സിലായോ? അത്രയും ആഴത്തിലുള്ളതാണ്. എളുപ്പമായിട്ട് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയല്ല അവിടെ. മനസ്സിലാക്കി വെച്ചോ? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ?
കാൻഡിഡേറ്റ്സിന്റെ കഴിവും അറിവുകളും ഒക്കെയാ ജോലിയുമായി ബന്ധപ്പെട്ടത്. ജോലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന ഏരിയകള് അതില് ജോലിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ കാൻഡിഡേറ്റ്സിന്റെ നോളജ്, സ്കില്ല് അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഡെപ്ത് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, അത് അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ അത് കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന എക്സ്പേർട്സ് ആണ്. ആ ബന്ധപ്പെട്ട മേഖലയിലെ ഫീൽഡിലുള്ള ആ എക്സ്പേർട്ടുകളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഈ ഒരു ആ ജോലിയുടെ പ്രശ്നകരമായിട്ടുള്ള മേഖലകള് അതിനെ കുറിച്ച് ഡിസ്കഷൻ ആരംഭിക്കുമ്പോൾ അവിടെയുള്ള ചോദ്യങ്ങള്, അപ്പൊ അങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അവരോട് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഇനി അടുത്തത് വിവരിക്കുക. ഓരോ പ്രവർത്തനങ്ങളും വരും, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും വിവരിക്കാൻ കാൻഡിഡേറ്റ്സിനോട് ആവശ്യപ്പെടും. അത്രയും ഡീപ്പായിട്ടുള്ളതാണത്. ഇനി അടുത്തതാണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായി പരിശോധിക്കുക. അറിയില്ലാത്ത ഒരു മീനിങ് ഒന്ന് നോട്ട് ചെയ്തു. ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. Job and probing interviews are mainly designed for evaluating the candidate's knowledge with respect to their duties, functions, job method, critical problem, way to resolve this problem, etc. ഇതിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇവാലുവേറ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് നോളജ്, കാൻഡിഡേറ്റ്സിന്റെ നോളജ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തുമായി ബന്ധപ്പെട്ട്? അവന്റെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടുള്ള നോളജ്, അവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ജോലിയുടെ മെത്തേഡുമായി ബന്ധപ്പെട്ട്, ക്രിട്ടിക്കൽ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട്, ആ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിന്റെ നോളജ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ. അവിടെയും ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ഇന്റർവ്യൂസ് ആർ മെയിൻലി ഡിസൈൻ ഫോർ ഇവാലുവേറ്റിംഗ് the candidate's knowledge. അങ്ങനെ ആ സെന്റൻസ് അങ്ങനെ ചോദിക്കാം. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഓക്കെ, ഇനി അടുത്തതാണ് കേട്ടോ ഡിസിഷൻ. അപ്പൊ ഇത്രയും നമ്മൾ ഏതിൽ പറഞ്ഞതാണ്? ഏതിൽ പറഞ്ഞു? കോർ ഇന്റർവ്യൂസിൽ പറഞ്ഞതാ. കണ്ടോ? പ്രിലിമിനറി ഇന്റർവ്യൂവിനെ നമ്മൾ തിരിച്ചേക്കുന്നത് ഏതാ? ഇൻഫോർമൽ ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, രണ്ടെണ്ണം. അത് പ്രിലിമിനറി ഇന്റർവ്യൂവിൽ വരില്ല. ഇനി രണ്ടാമത്തെയാണ് കോർ ഇന്റർവ്യൂ. കോർ ഇന്റർവ്യൂവിനെ നമ്മൾ തിരിച്ചേക്കുന്നത് ഏതാണ്? ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കാത്ത കാൻഡിഡേറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്തിരുന്ന ഇന്റർവ്യൂ. ഇനി അടുത്താണ് സ്ട്രെസ് ഇന്റർവ്യൂ. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കാൻഡിഡേറ്റ്സിന്റെ അത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി, അവന്റെ ബിഹേവിയർ അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് സ്ട്രെസ് ഇന്റർവ്യൂ. ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോർമാലിറ്റിയും പ്രൊസീജിയറും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. പിന്നെ പാനൽ ഇന്റർവ്യൂവിൽ എന്താ? ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റ് ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി ഗ്രൂപ്പ് ഇന്റർവ്യൂവിലാകുമ്പോഴോ ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെയാണ് ഒരേ സമയത്ത് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരുടെ ആ ഒരു എന്താ പറയാ, നമുക്ക് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് ടൈം സേവ് ചെയ്യാം. വെച്ചാൽ കുറെ കാൻഡിഡേറ്റ്സിനെ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഇന്റർവ്യൂ, അതായത് ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും അവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനോട് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിന്റെ നോളജ്, ഇതുമാക്കിയായി ബന്ധപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നോളജ് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 7 എണ്ണം അതിൽ വരും. അപ്പൊ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചാലും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഏതാണ് കോർ ഇന്റർവ്യൂസിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? 7 എണ്ണം ഉണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവായി കേട്ടോ 7 പോയിന്റ്സിൽ?
ഇനി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാല്. യെസ്, തസ്നി ഇട്ടിട്ടുണ്ട്, അഖില ഇട്ടിട്ടുണ്ട്, തമ്പ്. ഓക്കെ, ഓൾമോസ്റ്റ്. കാവ്യ, ഷാഹിന, ഓക്കെ, സൂര്യ, ഗംഗ. ഒരു 5-6 പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിഷൻ, തീരുമാനം എടുക്കുകയാണ് അല്ലെ? ആ ഇന്റർവ്യൂല് തീരുമാനം എടുക്കുകയാണ് നമ്മള്. അതാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ. Decision making interview. Okay, decision making interview is another kind of interview. വേറെ തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ ആണ്. Taken by an concerned departmental head. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അവരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഇവിടെ നോക്കിയ generally this kind of interview is conducted through the informal discussion. ഇതെങ്ങനെയാണ്? ഇൻഫോർമൽ ഡിസ്കഷനിലൂടെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർമൽ അല്ല, അവിടെ ഇൻഫോർമൽ ഡിസ്കഷനിലൂടെയാണ് ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, the HR manager is also supposed to take an interview of the candidates in order to make his decision with respect to the salary, allowance, benefits, promotion, etc. അവിടെ എല്ലാം ഈ HR മാനേജർ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്നു? ടു ടേക്ക് ആൻ ഇന്റർവ്യൂ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സുമായിട്ടൊരു ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? എന്തെടുക്കാന്? ടു മേക്ക് ദ ഡിസിഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ. അവന്റെ സാലറി, അവൻ പ്രതീക്ഷിക്കുന്ന സാലറി, അവർക്ക് വേണ്ട അലവൻസുകള്, അവർക്ക് വേണ്ട ബെനിഫിറ്റ്, ആനുകൂല്യങ്ങള്, പ്രൊമോഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് കാൻഡിഡേറ്റ്സുമായിട്ട് HR മാനേജർ എന്ത് ചെയ്യുന്നു? ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തും. The department head and the HR manager communicate their view. അപ്പൊ കണ്ടോ, അവിടെ നമ്മള് ഇത് നടത്തുന്നത് ആരെന്ന് പറഞ്ഞത്? കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട് വരുന്ന കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അതെ, ഒന്നാമത്തെ സെന്റൻസിൽ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂസ് അനദർ കൈൻഡ് ഓഫ് ഇന്റർവ്യൂ വിച്ച് ടേക്കൺ ബൈ എ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എടുക്കുന്ന ഇന്റർവ്യൂ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഫോർമൽ ഡിസ്കഷനിലൂടെയാണ്. HR മാനേജർ ടേക്ക് ആൻ ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിന്റെ അവരുടെ സാലറി, അലവൻസ്, ബെനിഫിറ്റ്സ്, പ്രൊമോഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നതിന് HR മാനേജർ കാൻഡിഡേറ്റ്സുമായിട്ട് ഒരു ഇന്റർവ്യൂ, അത് ഇൻഫോർമൽ ഡിസ്കഷൻ ആണ്, നടത്തേണ്ടതുണ്ട്. ഇനി അടുത്തത് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡും HR മാനേജറും എന്ത് ചെയ്യുന്നു? അവരുടെ വ്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. HR മാനേജറും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡും അവരുടെ കാഴ്ചപ്പാടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. Thereafter, അതിനുശേഷം മ്യൂച്വലി notify the head of the interview board about the decision. ഡിസിഷൻ എടുക്കാൻ ഇന്റർവ്യൂ ബോർഡിലേക്ക് പറയും. കണ്ടോ, അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ HR മാനേജറും ഡിപ്പാർട്ട്മെന്റ് ഹെഡും അവരുടെ വ്യൂസ് എങ്ങോട്ടേക്ക് അയക്കും? മ്യൂച്വലി നോട്ടിഫൈ, ശ്രദ്ധയിൽപ്പെടുത്തും the head of the interview board about the discussion. ഇനി the head of the interview board take the final decision. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്. ആരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്? The head of the interview board. ആ ഇന്റർവ്യൂ ബോർഡിന്റെ ഹെഡാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. എങ്ങനെയാ ഡിസിഷൻ എടുക്കുന്നത്? About the candidate's performance and his respective rank in the interview. ആ ഇന്റർവ്യൂവിലെ കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് കണ്ടോ, അതുപോലെ തന്നെ ആ ഇന്റർവ്യൂവിലെ കാൻഡിഡേറ്റ്സിന് ലഭിച്ച റാങ്ക്, എക്സ്പെക്റ്റീവ് റാങ്ക് ഇൻ ഇന്റർവ്യൂ, കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് എന്നിവയൊക്കെ അനുസരിച്ച് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? ഹെഡ് ഓഫ് ദ ഇന്റർവ്യൂ ബോർഡ്. ആ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക, ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ഇന്റർവ്യൂ പ്രോസസ് ആണ്.
There are several steps followed while conducting an interview as follows. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല സ്റ്റെപ്സുകൾ അവിടെ ഫോളോ ചെയ്യണം. There are several steps followed while conducting an interview are as follows. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ പല സ്റ്റെപ്പുകൾ അവിടെ ഫോളോ ചെയ്യണം. ഒന്നാമത്തെ നോക്കിയേ, പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. കണ്ടോ, പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. വെറുതെ പോയി ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ? വെറുതെ പോയി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്റർവ്യൂ ഷുഡ് ബി മെയ്ഡ് വെൽ ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ അത് ശരിയാക്കണ്ടേ പ്രിപ്പറേഷൻ? അല്ലാതെ ഇന്ന് രാവിലെ ഇന്റർവ്യൂ ആണെങ്കിൽ രാവിലെ തന്നെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ? അല്ല, അത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ഇറ്റ് നോട്ട് ഓൺലി ഹെൽപ്സ് ഇൻ converting the most important aspects but also help an interviewer to learn relevant facts that may be required during the interview. ഇനി ഇത് എന്തിനു സഹായിക്കുന്നു? എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നന്നായിട്ട് നടത്തണം. അത് നേരത്തെ തന്നെ നന്നായിട്ട് നടത്തണം. ഇത് എന്തിനു സഹായിക്കുന്നു? ഈ നമുക്ക് ഇറ്റ് നോട്ട് ഓൺലി ഹെൽപ്സ് ഇൻ കൺവേർട്ടിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്. ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളെ കൺവേർട്ട് ചെയ്യാൻ മാത്രമല്ല സഹായിക്കുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇന്റർവ്യൂവറിന് ടു ലേൺ റിലവന്റ് ഫാക്ട് മേ ബി റിക്വയർഡ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിലെ ഏറ്റവും റിലവന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? റിലവന്റ് ഫാക്ട്. ആ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ആ പ്രധാനപ്പെട്ട ഫാക്ട് അത് ഇന്റർവ്യൂവിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനും ഈ പ്രിപ്പറേഷൻ സഹായിക്കും. അപ്പൊ നേരത്തെ നമ്മളെ വേണ്ടേ എന്തൊക്കെ പ്രശസ്തമായ വസ്തുതകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാനും ഹെൽപ്പ് ചെയ്യും. The preparation that required to done by the organization are as the follows. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിക്കാട്ടോ. ഇനിയിപ്പോ നമ്മളോട് ആരെങ്കിലും ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞാലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെ നോക്കാം? The type of the interview to be conducted should be selected according to the requirements of the job. എന്താ ഒന്നാമത്തെ? The type of the interview to be conducted. ഏത് തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്? അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ച്. അങ്ങനെ വേണ്ടേ? അല്ലാതെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ മതിയോ? ആദ്യം എന്താ? റിക്വയർമെന്റ്സ് ഓഫ് ദ ജോബ്. കണ്ടോ, എന്തിന് ബേസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്? ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യേണ്ടത്? എങ്ങനെ ബേസ് ചെയ്യേണ്ടത്? നമ്മള് ആ ജോലിയുടെ ആവശ്യകതകൾക്കനുസരിച്ച്. ജോലിയുടെ ആവശ്യകതകൾക്കനുസൃതമായിട്ട് വേണം നടത്തേണ്ട ഇന്റർവ്യൂ തിരഞ്ഞെടുക്കാൻ. ഏത് ജോലിക്ക് വേണ്ടിയാണ് ഇന്റർവ്യൂ എന്നുള്ളത് ആദ്യം വേണം. മനസ്സിലായോ? ആ ജോലിയുടെ ആവശ്യകതകൾ അതിനനുസരിച്ചുള്ള ഇന്റർവ്യൂ വേണം കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് ഇന്റലിജൻസ് കൂടുതലുള്ള സ്കില്ലുകൾ കൂടുതലുള്ള ജോലിക്ക് വേണ്ടതും ഏറ്റവും ലോവർ ക്ലാസ്സിലേക്ക് വേണ്ടവർക്ക് ഉള്ള ഇന്റർവ്യൂവും അത് ഒരുപോലെ ആയിരിക്കുമോ? ഇവർക്ക് ഏറ്റവും ലോ ലെവലിലോ അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കും. അതിനാണ് എനിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അത് അങ്ങനെ നോക്കണം. ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടുള്ള ഇന്റർവ്യൂ അത് തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ നോക്കിയേ, the main objective of the interview process should be determine the understanding and skills encompassed by the candidates as per the demand and the nature of the job. ഇങ്ങനെയായിരിക്കണം ഇന്റർവ്യൂ പ്രോസസ്സിന്റെ മെയിൻ എയിം എന്ന ഒബ്ജക്റ്റീവ് എന്താണ്? ഷുഡ് ബി ഡിറ്റർമിൻ, നിർണ്ണയിക്കണം. എങ്ങനെ? The understanding and skills encompassed by the candidates as per the demand and nature of the job. വേണ്ടേ? ജോലിയുടെ സ്വഭാവം, ജോലിയുടെ ഡിമാൻഡ് അതിനനുസരിച്ച് അത് ഉൾക്കൊള്ളുന്ന കഴിവുകള് അല്ലെ ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ നിർണ്ണയിക്കാൻ. ഡിറ്റർമിൻ ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽസ്. ജോബിന്റെ ആവശ്യകതകളും സ്വഭാവങ്ങളും അനുസരിച്ച് കാൻഡിഡേറ്റ്സ് ഉൾക്കൊള്ളുന്ന ധാരണയും കഴിവും നിർണ്ണയിക്കുക എന്നതാണ് ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഇന്റർവ്യൂ പ്രോസസ്സിന്റെ.
അതെങ്ങനെയായിരിക്കണം? ജോലിയുടെ നേച്ചർ, സ്വഭാവവും ഡിമാൻഡും ഒക്കെ അനുസരിച്ച് ആ കാൻഡിഡേറ്റ്സ് ഉൾക്കൊള്ളുന്ന ധാരണ, അവരുടെ കഴിവുകള് ഒക്കെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കിയേ, ദ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് വൈൽ കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ ഷുഡ് ബി ക്ലിയർലി സ്പെസിഫൈഡ്. കണ്ടോ, എത്ര ഇന്റർവ്യൂവർ വേണം, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എത്ര പേര് വേണം, ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ എത്ര പേര് വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം അല്ലെ. അന്ന് വന്നിട്ടാണ് ഒരു 5 പേര് ഓടിപ്പോയി ഇന്റർവ്യൂ എടുക്കാണോ? നമ്മൾ നേരത്തെ ഇതിന് എത്ര പേര് വേണം എന്നപ്പോൾ വേണ്ടേ? നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ് കണ്ടോ, ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ആള്, അവർക്കുടെ എണ്ണം ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. 3 പോയിന്റ്സും ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ, അതനുസരിച്ചുള്ള ഇന്റർവ്യൂ ആയിരിക്കണം നടത്തേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? മെയിൻ ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞേക്കണത് അവിടെ? നമ്മൾക്ക് കാൻഡിഡേറ്റ്സ് ഇല്ലേ, ആ ജോലിയുടെ ആവശ്യകതയും സ്വഭാവവും അനുസരിച്ച്, ആ ജോലിയുടെ ഡിമാൻഡ് നേച്ചർ അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ ഉൾക്കൊള്ളുന്ന ധാരണയും കഴിവും നിർണ്ണയിക്കുക. കഴിവുകളും കാൻഡിഡേറ്റ്സിന്റെ കഴിവ്, ധാരണ, ഇതൊക്കെ നിർണ്ണയിക്കുക എന്നുള്ളത് ടു ഡിറ്റർമിൻ ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽസ് കേട്ടോ. അതായിരിക്കണം ഇന്റർവ്യൂ പ്രോസസ്സിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എന്നാ? നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്, എത്ര ഇന്റർവ്യൂവർ വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. അടുത്ത 4ാമത്തെ പോയിന്റ് നോക്കിയേ, the data collected about the applicants through other selection process should be reassessed. ഇനി എന്ത് ചെയ്യണം? ഈ ഡേറ്റ കളക്റ്റഡ് about the applicants നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ ഇല്ലേ, അത് മറ്റു സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മളത് റീഅസസ് ചെയ്യണം. കളക്ട് ചെയ്ത ആപ്ലിക്കൻസിന്റെ ഡേറ്റാസ് റീഅസസ് ചെയ്യണം, ഒന്നുകൂടി അസസ് ചെയ്യണം, റീഅസസ്ഡ്. Besides this, a score obtained should be reevaluated. അവർക്ക് ലഭിച്ചിട്ടുള്ള സ്കോർ ഇല്ലേ, ഓരോ കാൻഡിഡേറ്റ്സിനും ലഭിച്ചിട്ടുള്ള സ്കോറുകൾ റീവാലുവേറ്റ് ചെയ്യണം. And the reliability of the methods used must be checked. അതിന്റെ വിശ്വസ്തത, ആ മെത്തേഡിന്റെ വിശ്വസ്തത, അത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ഏതാണ് നമ്മൾ ആ ഇത് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മെത്തേഡ് ഇല്ലേ, റീഇവാലുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. The scores obtained should be reevaluated and the reliability of the method. അത് റീവാലുവേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മെത്തേഡ് ഇല്ലേ, അതിന്റെ വിശ്വസ്തത ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ് എന്താ? ഓൾ ദ ഡിസിഷൻ റിഗാർഡിംഗ് ദ ടെക്നിക്സ് ടു ബി യൂസ്ഡ്. ഏത് ടെക്നിക്കാണ് ഉപയോഗിച്ചത് അതിനെ കുറിച്ചുള്ള എല്ലാ ഡിസിഷൻസും, ഉപയോഗിക്കേണ്ട ടെക്നിക്കിനെ കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും, നമ്മൾ ഉപയോഗിക്കേണ്ട ടെക്നിക്കുകളെ കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും, ഏരിയ ടു ബി കവേർഡ്, കവർ ചെയ്യേണ്ട ഏരിയ, ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ടു ബി ആസ്ക്ഡ്, ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്, ദ ടൈമിംഗ് ടു ബി സെറ്റ്, ഇതൊക്കെ ടൈമിംഗ്, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതൊക്കെ നേരത്തെ എത്ര ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, ക്വസ്റ്റ്യൻസ്, ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ടൈമിംഗ്, എത്ര ടൈം വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യണം. അതാണ് ആ ടെക്നിക്ക്, അതിനെ കുറിച്ചുള്ള ഡിസിഷൻ. Okay, etc. should be prepared in well advance and per the organization planning. ഇത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്തിനനുസരിച്ച്? as per the organizational planning. ആ സ്ഥാപനത്തിന്റെ പ്ലാനിങ്ങിന് അനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, ടൈമിങ്, ഇതെല്ലാം should be prepared well in advance. ഇനി അടുത്ത 6ാമത്തെ നോക്കിയേ, the place where the interview to be conducted should set in such a way that the interviewer and the applicants both feel comfortable. കണ്ടോ, ഇനി പ്ലേസ്, ആ ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസ് ഇല്ലേ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന പ്ലേസ് ഷുഡ് ബി സെറ്റ്, അത് സെറ്റ് ചെയ്യണം. എവിടെ വെച്ച് ഇന്റർവ്യൂ നടത്തണം, അതെങ്ങനെയായിരിക്കണം? അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ, ആ ഇന്റർവ്യൂവിന്റെ പ്ലേസ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? such a way that interviewer and applicants both feel
കംഫർട്ടബിൾ. ഇന്റർവ്യൂവറിനും ആപ്ലിക്കൻസിനും രണ്ടുപേർക്കും കംഫർട്ടബിൾ ആകുന്ന രീതിയിലായിരിക്കണം. രണ്ടുപേർക്കും, ഇന്റർവ്യൂവറിനും ആപ്ലിക്കൻസിനും എന്താണ്, രണ്ടുപേർക്കും കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള സ്ഥലം സെറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അതൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. പ്രോസസ്സ് ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട. പ്രോസസ്സ് എഴുതാനൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അത് മനസ്സിലാക്കി വെക്കുക. പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂല് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, പ്രിപ്പയർ ചെയ്യേണ്ടത് പ്ലേസ് വരെ നമ്മൾ സെറ്റ് ചെയ്യണം. അത് വെറുതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ എന്ന് പറയാൻ പാടില്ല. അത് രണ്ടുപേർക്കും, ഇന്റർവ്യൂവറിനും കാൻഡിഡേറ്റ്സിനും കംഫർട്ടബിൾ ആകുന്ന രീതിയിലായിരിക്കണം. ഇനി അടുത്ത് നോക്കി, രണ്ടാമത്തെ എന്താണ്? കണ്ടക്ടിങ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ആയിരുന്നു അല്ലെ? ഇന്റർവ്യൂവിന് വേണ്ട പ്രിപ്പറേഷൻ, പ്രിപ്പയറിംഗ് ഫോർ ദ ഇന്റർവ്യൂ, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു. ഇനി രണ്ടാമത്തെ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ദിസ് സ്റ്റെപ്സ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കണ്ടോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്കാ. അത് എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സ് ആർ അൺവില്ലിംഗ് ടു ടേക്ക് ഓൺ ഹിസ് ജോബ് ആസ് ദേ ഫൈൻഡ് ദിസ് ഫംഗ്ഷൻ ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വൺ ഇൻ ദ എൻറ്റയർ ഇന്റർവ്യൂ പ്രോസസ്. കണ്ടോ, ഈ ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞേ അതിന്റെ നമ്മൾ ഒറ്റയടിക്ക് തീരുന്ന കാര്യമല്ല. അത് നമുക്ക് പഠിക്കാണ്ട് ഇന്റർവ്യൂ ഇതിന്റെ പ്രോസസ്സ്. അപ്പൊ അതിനകത്ത് ഇന്റർവ്യൂ പ്രോസസ്സ് ഇതെന്ന് പറഞ്ഞാലേ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. അതുകൊണ്ട് തന്നെ ഈ മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സ്, കൂടുതൽ മാനേജർമാരും ഈ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഇതിലേക്ക് അവര് മെനക്കെടൂല. അൺവില്ലിങ്, അവര് വില്ലിങ് ആവൂല ആ ജോലി ഏറ്റെടുക്കാൻ. ഇന്റർവ്യൂ നടത്തണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ഏറ്റെടുക്കാനായിട്ട് മാക്സിമം നമ്പർ ഓഫ് മാനേജേഴ്സ് തയ്യാറാവുന്നില്ല അല്ലെ? അൺവില്ലിങ്. 6 മാനേജേഴ്സ് ആർ അൺവില്ലിങ്. അവര് ആ ജോലി ഇന്റർവ്യൂ ചെയ്യാന്നുള്ള ഒരു ജോലി ഏറ്റെടുക്കാൻ അവര് തയ്യാറാവൂല. എന്താ കാര്യം? എന്താ? ആ എൻറ്റയർ ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ, ഭയങ്കര ടാസ്ക് ഉള്ള ജോലിയാ, ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ട് ആ ഒരു ജോലിക്ക് അധികം ആരും തയ്യാറാവുന്നില്ല. There are certain tasks that are performed by an interviewer while carrying out the interview. ഇവിടെ കുറച്ച് ടാസ്കുകളാണ്. ഏതാണ്? ഇന്റർവ്യൂ നടപ്പിലാക്കുമ്പോൾ ഇന്റർവ്യൂവർ നിർവഹിക്കേണ്ട കുറച്ച് ടാസ്കുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. Some of them are as follows. താഴെ പറഞ്ഞേക്കുന്നത് അതാണ്. ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. ഇനി ഇന്റർവ്യൂ തുടങ്ങണ്ടേ? ഓപ്പൺ ചെയ്യണം. അതാണ് ഒന്നാമത്തെ ടാസ്ക്, ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. എങ്ങനെയായിരിക്കും നോക്കിയേ? ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. In order to make the interview comfortable and confident, the interviewer opens the interview with a great enthusiasm. എങ്ങനെയാ ചെയ്യണം? Effective voice and personality. Underline ചെയ്ത ആ സെന്റൻസ്. ഇന്റർവ്യൂ ആരംഭിക്കുമ്പോൾ ഇന്റർവ്യൂ നല്ല കംഫർട്ടബിൾ ആകാൻ, കോൺഫിഡന്റ് ആവാൻ അല്ലെ? കോൺഫിഡന്റ് ആകുന്നതിന്, നല്ല കോൺഫിഡന്റ് ആകുന്നതിന്, കംഫർട്ടബിൾ ആകുന്നതിന് ഇന്റർവ്യൂവർ എങ്ങനെ ഇന്റർവ്യൂ ആരംഭിക്കണം? എങ്ങനെ വേണം? നല്ല സന്തോഷത്തോടു കൂടി, എഫക്റ്റീവ് വോയിസ്, നല്ല ശബ്ദം വേണം, ആൻഡ് പേഴ്സണാലിറ്റി. ഇങ്ങനെ വേണം ഇന്റർവ്യൂ ആരംഭിക്കാൻ അല്ലെ? ദുഃഖിച്ച് വന്നെത്തിയിരുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഇരുന്ന ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ? അല്ലെ? അല്ലെങ്കിൽ ഒരു സൗണ്ടും ഇല്ല, അതൊക്കെ ഇങ്ങനെ വരുന്ന പറഞ്ഞ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ? ഒരു പേഴ്സണാലിറ്റി ഇല്ലാതെ നമ്മള് അങ്ങനെ വന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ? പറ്റൂല അല്ലെ? അപ്പൊ എങ്ങനെ വേണം നമ്മൾ ഇന്റർവ്യൂ നല്ല കോൺഫിഡന്റ് കംഫർട്ടബിൾ ആക്കണമെങ്കിൽ എങ്ങനെ ഇന്റർവ്യൂവർ ഓപ്പൺ ചെയ്യണം? ഇന്റർവ്യൂ എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യണം? നല്ല ഉത്സാഹത്തോടു കൂടി, എന്തൂസിയാസം അല്ലെ? നല്ല ശബ്ദത്തോടു കൂടി, നല്ല പേഴ്സണാലിറ്റിയോട് കൂടി വേണം ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ആരംഭിക്കാൻ. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. ബൈ ദിസ് he is capable of earning the candidate's trust. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ആരംഭിക്കുമ്പോൾ എന്താ പറ്റുക? കാൻഡിഡേറ്റ്സിന്റെ വിശ്വാസം നേടാൻ പറ്റും. മനസ്സിലായോ? By this he is capable of earning the candidate's trust. അപ്പൊ അങ്ങനെ ആരംഭിക്കുമ്പോൾ കാൻഡിഡേറ്റ്സിന്റെ വിശ്വാസം നേടാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ കിട്ടിയോ? ഓപ്പണിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ എങ്ങനെയായിരിക്കണം? നല്ല കോൺഫിഡന്റ് കംഫർട്ടബിൾ ആക്കണമെങ്കിൽ ഇന്റർവ്യൂവർ എങ്ങനെ ഓപ്പൺ ചെയ്യണം? നല്ല ഉത്സാഹത്തോട്, നല്ല ശബ്ദത്തോട്, നല്ല പേഴ്സണാലിറ്റിയോട് കൂടി വേണം ഇന്റർവ്യൂ ആരംഭിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെന്താ? കാൻഡിഡേറ്റ്സിന്റെ വിശ്വാസം നേടാൻ പറ്റും.
capable of gaining the candidate's trust. Trust എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഓക്കെ, ഒരെണ്ണകൂടി പറയാം. ഗെറ്റ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. എന്ത് നേടാൻ? പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നേടാൻ. The interviewer must accumulate complete and exact information about the applicants regarding his qualification, experience, അവന്റെ knowledge, behavior, outlook and skill using the panel interview. അപ്പൊ ഇന്റർവ്യൂവർ ഇതൊക്കെ കളക്ട് ചെയ്യണം. കൃത്യമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അക്യുമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക. ഇന്റർവ്യൂവർ ശേഖരിക്കണം. എന്തെങ്കിലും ഒന്ന് ചോദിച്ചു വെച്ചാൽ പോരാ, ഇങ്ങനെ വേണം. കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ അക്യുമുലേറ്റ് ചെയ്യണം, ശേഖരിക്കണം. കണ്ടോ, കാൻഡിഡേറ്റ്സിന്റെ പൂർണ്ണമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? റിഗാർഡിംഗ് ഹിസ് ക്വാളിഫിക്കേഷൻ, അവന്റെ ക്വാളിഫിക്കേഷൻ, അവന്റെ എക്സ്പീരിയൻസ്, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, നോളജ്, അറിവ്, ബിഹേവിയർ, ഔട്ട്ലുക്ക്, അവന്റെ സ്കിൽസ്, അവന്റെ കഴിവുകൾ യൂസിങ് പാനൽ ഇന്റർവ്യൂ. ഓക്കെ, രണ്ടെണ്ണാട്ടോ നമ്മൾ പറയുന്നത്. ബാക്കി മൂന്നാമത്തെ സി അടുത്ത ക്ലാസ്സിൽ പറയാം. രണ്ട് മനസ്സിലാക്കോ? നമ്മൾ ഇന്റർവ്യൂ പ്രോസസ്സിന് ഒന്നാമത് എന്ത് ചെയ്യണം? നമ്മള് പ്രിപ്പയർ ചെയ്യണം, അല്ലെ? പ്രിപ്പറേഷൻ ഫോർ ദ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തെ എന്താ? കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇത് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം HR മാനേജർമാരും അതിന് ആ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഇന്റർവ്യൂവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യണം. അതെന്തൊക്കെയാണ്? സർട്ടൻ ടാസ്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇന്റർവ്യൂ ഓപ്പൺ ചെയ്യണം. തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം? നല്ല സന്തോഷത്തോടു കൂടി, നല്ല ശബ്ദത്തോടു കൂടി, പേഴ്സണാലിറ്റിയോടു കൂടി വേണം ഇന്റർവ്യൂ ആരംഭിക്കാൻ. പിന്നെ അടുത്തത് കാൻഡിഡേറ്റ്സിന് പൂർണ്ണമായിട്ടുള്ള ആക്യുറേറ്റ്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അക്യുമുലേറ്റ് ചെയ്യണം, ശേഖരിക്കണം. ഓക്കെയാണോ? ഇന്ന് എടുത്ത അത്രയും രണ്ട് പേജ് എടുത്തിട്ടുള്ളൂ, 3 പേജ് ഒന്നും എടുത്തില്ല. ഓക്കെ, ബാക്കി ഇന്ന് തന്നെ വായിച്ചു വയ്ക്കണം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.